ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കുവൈറ്റിലുള്ള സിറ്റി കോ കത്തീഡ്രൽ ചർച്ചാണ്. ഇവിടുത്തെ പാരിഷ് ഫെറ്റാണ് നടക്കുന്നത്. അവിടുത്തെ വളരെ വ്യത്യസ്തപരമായിട്ടുള്ള നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് സിറ്റി പാരിഷ് ഫെറ്റിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏകദേശം 10-30 കമ്മ്യൂണിറ്റികൾ പല സ്റ്റൈലിലുള്ള വെറൈറ്റി ഫുഡുകളുമായിട്ട് നിൽപ്പുണ്ട് ഇവിടെ. ഇത് കൊങ്ങണി കമ്മ്യൂണിറ്റിയുടെ ഫുഡ് സ്റ്റാളാണ്. ഇവിടെ വളരെ വ്യത്യസ്തപരമായിട്ടുള്ള ഫുഡുകളാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ കമ്മ്യൂണിറ്റികളും അവരുടെ കൾച്ചറൽ സ്റ്റൈലിലുള്ള ഫുഡുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവരുടെ മാംഗ്ലൂരിയൻ സ്റ്റൈലിലുള്ള അനവധി ഡിഷസുകൾ ഇവിടെ നമ്മൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് മറ്റ് രാജ്യക്കാരുടെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിലുള്ളവരുടെ ഫുഡും കൂടിയും എൻജോയ് ചെയ്ത് ആ സംസ്കാരവുമായിട്ട് ഇടപഴകാനുള്ളതും അതുപോലെ ആ സംസ്കാരത്തിൻ്റെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയുന്നതിനായിട്ടുള്ള ഒരു അടിപൊളി അവസരമാണ് ഈ സിറ്റി പാരിഷ് ഫെറ്റ്. ഈ കാണുന്നത് ജീസസ് യൂത്തിൻ്റെ മെഡിക്കൽ കൗണ്ടറാണ്. ജീസസ് യൂത്തിന് ഇത്തവണ 2 കൗണ്ടറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഫുഡ് കൗണ്ടറും ഒന്ന് മെഡിക്കൽ കൗണ്ടറും. മെഡിക്കൽ കൗണ്ടർ BP, ഷുഗർ, ബോഡി വെയ്റ്റ്, ഹൈറ്റ് ഇത്ര സാധനങ്ങൾ ചെക്ക് ചെയ്തവിടെ കൊടുക്കപ്പെടുന്നതാണ്. ഈ കാണുന്നത് ഇറ്റാലിയൻ കമ്മ്യൂണിറ്റിയുടെ ഫുഡ് കൗണ്ടറും തൊട്ടപ്പുറത്ത് സ്പാനിഷ് കമ്മ്യൂണിറ്റിയുടെയും അതിൻ്റെ അപ്പുറത്ത് കൊറിയൻ കമ്മ്യൂണിറ്റിയുടെയും ഫുഡ് കൗണ്ടറുകളാണ്. അടിപൊളി വെറൈറ്റി ഫുഡ് കഴിക്കണം താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് പോന്നാൽ മതി. ഇതാണ് നമ്മുടെ അതിമനോഹരമായിട്ടുള്ള കുവൈറ്റ് സിറ്റി കോ കത്തീഡ്രൽ ചർച്ച്. എല്ലാ വർഷവും ഒക്ടോബർ മാസം ആദ്യ ആഴ്ചകളിലാണ് പാരിഷ് ഫെറ്റ് സംഘടിപ്പിക്കുന്നത്. ഈ പാരിഷ് ഫെറ്റിൽ നിന്നും കിട്ടുന്ന വരുമാനം മുഴുവനും പള്ളിയുടെ മെയിൻ്റെനൻസിനായിട്ടാണ് ഉപകാരപ്പെടുത്തുന്നത്. ഇത് ജീസസ് യൂത്തിൻ്റെ ഫുഡ് കൗണ്ടറാണ്. ഇവിടെ ലൈവായിട്ട് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ലൈവായിട്ട് ചിക്കൻ വറുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ അടിപൊളി ബനാന ഫ്രൈ, ഓരോ ഐറ്റത്തിനും വളരെ ആകർഷകമായ പേരുകളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ ആക്റ്റീവാണ് ഇത്തവണത്തെ ജീസസ് യൂത്തിൻ്റെ ഫുഡ് കൗണ്ടർ. നല്ല ജനപങ്കാളിത്തമാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നല്ല റെസ്പോൺസാണ്. ആളുകളെല്ലാം അവിടെ നിന്ന് ഒത്തിരി സാധനങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ ഈ തണ്ണിമത്തൻ ജ്യൂസൊക്കെ ആണെങ്കിൽ ഭയങ്കര പോളിംഗ് ആയിരുന്നു. അടുത്ത് നമ്മൾ പോണത് തമിഴ് ഫുഡ് കൗണ്ടറിലേക്കാണ്. ഒത്തിരി വ്യത്യസ്തപരമായിട്ടുള്ള തമിഴ് ഫുഡുകളാണ് അവിടെ നമുക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വേളാങ്കണ്ണി മാതാവിൻ്റെ പേരിലാണ് അവരുടെ ഫുഡ് കൗണ്ടറിൽ. നല്ല ചൂട് വടയും നല്ല സാമ്പാറും അടി ദോശയും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് കുവൈറ്റിലെ മൊത്തത്തിലുള്ള കരിസ്മാറ്റിക് ഗ്രൂപ്പിൻ്റെ ഫുഡ് കൗണ്ടറാണ്. വളരെ വ്യത്യസ്തപരമായിട്ടുള്ള നല്ല ഡിഷസുമായിട്ടാണ് അവരും എത്തിയിരിക്കുന്നത്. പള്ളിയുടെ പല ഭാഗത്തായിട്ടും കൂപ്പണുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കൂപ്പണുകൾ നമ്മൾ കേടികൾ കൊടുത്ത് വാങ്ങിച്ച് ആ കൂപ്പണുകളാണ് ഫുഡ് കൗണ്ടറുകൾ കൊടുക്കേണ്ടത്. ഇത് ഈജിപ്തിലുള്ള കോപ്റ്റിക് ക്രിസ്ത്യൻസിൻ്റെ കൗണ്ടറാണ്. തൊട്ടപ്പുറത്ത് അറബിക് ലാറ്റിൻ കമ്മ്യൂണിറ്റിയുടെ ഒരു നല്ലൊരു കൊന്തയും അതുപോലെ തന്നെ മറ്റ് ഭക്തവസ്തുക്കളൊക്കെ അടങ്ങിയ ഒരു കൗണ്ടറുകളും ഉണ്ട്. ഇതാണ് നമ്മൾ ഫിലിപ്പിനോസിൻ്റെ ഫുഡ് കൗണ്ടർ. ഇവിടെ ഒത്തിരി ഫിലിപ്പിനോ ഐറ്റംസ്, വളരെ രസമാണ് അവിടുത്തെ ഫിലിപ്പിനോ ഐറ്റംസൊക്കെ. അപ്പോൾ അങ്ങോട്ട് നല്ല റഷാണ്. ഫിലിപ്പിനോസ് കമ്മ്യൂണിറ്റി കുവൈറ്റിലും അതുപോലെ ഗൾഫിലൊക്കെ ഒത്തിരി ഉണ്ട്. തൊട്ടപ്പുറത്ത് കൊങ്ങണി കമ്മ്യൂണിറ്റിയാണ്. കൊങ്ങണി 2 ഉണ്ട്, മാംഗ്ലൂരിയൻ കൊങ്ങണിയും അതുപോലെ തന്നെ ഗോവൻ കൊങ്ങണീസും. നമ്മൾ ഇനി എത്താൻ പോണത് കേരള കഫേയിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൗണ്ടറും അതുപോലെ തന്നെ ഏറ്റവും നല്ല സെയിൽ നടക്കുന്ന ഒരു കൗണ്ടറുമാണ്. സീറോ മലബാറും മലയാളം ലാറ്റിനും അതുപോലെ തന്നെ മലങ്കര കാത്തലിക്സും കൂടിയാണ് ഈ കൗണ്ടറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഒത്തിരി നമ്മുടെ ട്രഡീഷണൽ സാധനങ്ങളായ ഒത്തിരി സാധനങ്ങൾ, പിടി, കോഴി, കപ്പയുടെ പല ഐറ്റംസ്, അതുപോലെ തന്നെ പലതരം ദോശ, ജ്യൂസ് ഐറ്റംസ്, അങ്ങനെ ഒത്തിരി വിഭവങ്ങൾ ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. നാട്ടിൽ കിട്ടുന്ന എല്ലാ വിഭവങ്ങളും ഇവിടെ നമ്മുടെ മുൻപിൽ ഇവിടെ ലൈവായിട്ടും അല്ലാതെയൊക്കെ ഇവിടെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചാൽ മാത്രം മതി. ലൈവ് പെറോട്ട, ലൈവ് ദോശ, അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ബിരിയാണികൾ, ന്യൂ ജനറേഷൻ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ്. ഇത് കൂടാതെ തന്നെ ചെറുതും വലുതുമായ ഒത്തിരി കൗണ്ടറുകൾ അവിടെ ഇവിടെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ശ്രീലങ്കൻ കമ്മ്യൂണിറ്റിയുടെ കൗണ്ടറിലേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രഡീഷണൽ ഫുഡ് ഐറ്റംസും നിറച്ചിരിക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കൗണ്ടറായിരുന്നു ശ്രീലങ്കൻ കമ്മ്യൂണിറ്റിയുടെ. ഇത്
ഇതിൽ അവരുടെ ഒത്തിരി ട്രഡീഷണൽ ഐറ്റംസ് ആണ് അവിടെ സെയിലാക്കി വെച്ചിരിക്കുന്നത്. അവരെല്ലാം ഒരു ട്രഡീഷണൽ ഫുഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ യൂണിഫോമിലൊക്കെയാണ് അവരവിടെ അണിനിരുന്നത്. 2024 ഒക്ടോബർ 4 ആയിരുന്നു ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇതുകൂടാതെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടും വലിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ അനവധി ഗെയിംസ് പള്ളിയുടെ ഒരു ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല പങ്കാളിത്തമാണ്. പ്രത്യേകിച്ച് ഫേസ് പെയിൻറ്റിങ്ങിലൊക്കെ ഭയങ്കര ഇടിയായിരുന്നു. കുട്ടികളൊക്കെ ക്യൂ നിൽക്കുമായിരുന്നു ഫേസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കിട്ടാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഈ ഹോളിൽ നടക്കുന്നത് ഓൺലി ഗെയിംസ് ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഗെയിംസിനോടൊക്കെയാണ് താല്പര്യമെങ്കിലും അങ്ങനത്തെ ഗെയിംസുകളൊക്കെ നമുക്ക് കളിച്ച് ആസ്വദിക്കാൻ പറ്റും. അതെല്ലാം ചെറിയ കൂപ്പണുകളും ചെറിയ ഫിൽസുകളുള്ള കൂപ്പണുകൾ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയും ഗെയിംസിനോട് താല്പര്യമുള്ള ഒത്തിരി കുട്ടികൾ ഇവിടെ ആ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരുടെ വളരെ നാളായിട്ടുള്ള ഒത്തിരി ആലോചനകളും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും ഒക്കെയാണ് ഈ ഒരു ദിവസം കൊണ്ട് ഇവിടെ പ്രതിഫലിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെ ലൈവായിട്ട് ഒത്തിരി ഐറ്റംസിന് ഫുഡും അതുപോലെ എൻജോയ്മെൻറ്റും എല്ലാമായിട്ടും ഈ ദിവസം പള്ളി മൊത്തം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒത്തിരി ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള കൂടിയാലോചനകളും എഫേർട്ടുമാണ് ഈ പാരിഷ് ഫെറ്റ് ഇത്ര മനോഹരമാക്കിയത്. കുവൈറ്റിലെ 4 ഇടവക ദേവാലയങ്ങളിലും ഇതുപോലെ തന്നെ പാരിഷ് ഫെറ്റുകൾ നടക്കാറുണ്ട് എല്ലാ വർഷവും ഒരു തവണ. അപ്പോൾ ഇത് അടുത്ത വർഷവും കാണും. എന്നാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പാരിഷ് ഫെറ്റിൽ നിന്നും അടുത്തെങ്കിൽ പോലും എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച്, ചില ആൾക്കാരൊക്കെ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഓരോ കാര്യങ്ങളും ഫുഡ് ആസ്വദിച്ച് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ആസ്വദിച്ചൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാനലായ ഗോ ഹാർജിനോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.